നമസ്കാരം. നമ്മുടെ ആനകളെ കുറിച്ചാണ്, നമ്മുടെ നാട്ടാനകളെ കുറിച്ചല്ല, കാട്ടാനകളെ കുറിച്ചാണ്. കാട്ടിലുള്ള ആനകളാണ് നാട്ടാനകൾ ആകുന്നത്. പക്ഷേ അടുത്തിടെയായി കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങി തുടങ്ങി. എന്തുകൊണ്ടെന്നാൽ ആനകൾ ഇറങ്ങുന്നത് എന്താ കാര്യമെന്ന് ചോദിച്ചാൽ അവർക്ക് നാട്ടിലിറങ്ങണമെന്ന ആഗ്രഹം ഒരിക്കലും ഉണ്ടാകില്ല. ഒരു വന്യജീവിക്കും നാട്ടിലിറങ്ങി റോഡിൽ കൂടി നടക്കണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ സംഭവിക്കുന്നത് ഒന്നിൽ കാട്ടിൽ ആഹാരം കുറയുന്നു, ഭക്ഷണത്തിന്റെ ക്ഷാമമാണ് പ്രധാനമായി ഉണ്ടാവുക. അതുപോലെ തന്നെ ജലത്തിന്റെ ക്ഷാമം. വേനൽ കടുക്കുന്നു, അതോട് വനങ്ങൾ വറ്റി വരളുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ വെള്ളം കിട്ടാതാകുന്ന അവസ്ഥയുണ്ടാകുന്നു. പല രാജ്യങ്ങളിലും ഈ കാട്ടാനകൾക്ക് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വനത്തിന്റെ സമീപത്തുള്ള ഡാമുകളിൽ നിന്നും പമ്പ് ചെയ്ത് തടങ്ങൾ ഉണ്ടാക്കി വെള്ളം ശേഖരിക്കുന്നുണ്ട്. കർണാടകയിലും അതുപോലെ തന്നെ ആന്ധ്രയിലുമൊക്കെ ഇങ്ങനെ സംവിധാനങ്ങളുണ്ട്. ആനകളെ നമ്മൾ വളരെ ശക്തമായി പ്രതികരിക്കുമ്പോഴാണ് അതും ഇങ്ങോട്ട് പ്രതികരിക്കുന്നത്. ആനകൾ നാട്ടിലിറങ്ങാൻ ഇഷ്ടപ്പെടുന്ന ജീവികളല്ല. അപൂർവമായി ചിലപ്പോൾ വനത്തിനുണ്ടാകുന്ന ആഹാരത്തിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം നാട്ടിൽ ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങുന്ന ആനകളെ ആളുകൾ വിരട്ടുകയും പടക്കം പൊട്ടിക്കുകയും പ്രലോഭിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അവർ അക്രമാസക്തരാകുന്നത്. സാധാരണയായി നമ്മുടെ കാട്ടാനകളൊക്കെ അങ്ങനെ പെട്ടുപോകുന്ന ആനകളാണ്. എങ്കിലും ഈ അടുത്തിടെയായി ഇറങ്ങിയ ആനകളെയൊക്കെ നമ്മൾ പിടിക്കുകയും അതുപോലെ മയക്കുപിടി വെച്ച് തിരികെ കാട്ടിലേക്ക് കൊണ്ടുപോകുകയൊക്കെ ചെയ്തു. പക്ഷെ അതിൽ ഭൂരിഭാഗം ആനകളും ചത്തുപോവുകയായിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ ആനകളെ വെടിവെക്കുമ്പോൾ ഒരു മാസത്തിൽ അല്ലെങ്കിൽ 20 ദിവസത്തിനകം ഈ തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിൽ തന്നെ 4 മയക്കുപിടി വെച്ച ആനയാണ്. ആന വലിയ ഒരു ജീവിയാണെങ്കിലും അതിന് അത്രയും വലിയ ഹൃദയമില്ല എന്ന് തന്നെ നമ്മൾ ആലോചിക്കണം. നമ്മുടെ മനുഷ്യരെ പോലെ തന്നെ ഓവറായി അനസ്തേഷ്യ കൊടുത്താൽ ഹൃദയം നിന്നു പോകും. അതുപോലെ തന്നെയാണ് ആനയുടെയും കാര്യം. ആനയ്ക്ക് മയക്കുപിടി വെക്കുമ്പോൾ അതിന്റെ ഡോസ് പല രീതിയിലാണ് എഫക്റ്റ് ചെയ്യുക. ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരു 20 ദിവസത്തിനകം 4 മയക്കുപിടിയൊക്കെ വെക്കുമ്പോൾ ഏത് വലിയ ജീവിയായാലും അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആ ജീവിക്കുണ്ടാവും. പിന്നീട് ഇവയെ പിടിക്കുന്ന രീതിയാണ്. ഇവയെ പിടിക്കുമ്പോൾ ശരിക്കും വെള്ളമൊക്കെ പമ്പ് ചെയ്ത് ഇവരെ തണുപ്പിക്കുക. അതുപോലെ തന്നെ വാഹനത്തിലേക്ക് കുങ്കിയാനകളെ കൊണ്ട് കയറ്റുമ്പോൾ ഇവരെ തുമ്പിക്കൈ കൊണ്ടോ മസ്തകം കൊണ്ടോ ഒക്കെ തള്ളി വേണം കയറ്റാൻ. അല്ലാതെ ഭീകരമായ രീതിയിൽ കൊമ്പ് കൊണ്ടോ മറ്റും കുത്തിയൊന്നും കയറ്റാൻ പാടില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് ആനയ്ക്ക് ക്ഷതവും അതുപോലെ പരുക്കുകളും ഒക്കെ ഉണ്ടാവുക. ഏതായാലും നമ്മുടെ പല ആനകളും തണ്ണീർ കൊമ്പന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. തണ്ണീർക്കൊമ്പന് 20 ദിവസത്തിനകം 4ഓളം മയക്കുപിടികളാണ് വെച്ചത്. മയക്കുപിടി വെച്ചു കർണാടകക്കാർ അവര് കൊണ്ടുവന്ന് കാട്ടിലിട്ടു. അത് എങ്ങനെയോ നമ്മുടെ നാട്ടിലിറങ്ങി ഇവിടെ വന്നപ്പോൾ അതിലും ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് അത് പോയി. ആന ഒരു ദിവസം വെള്ളം കുടിക്കാൻ പറ്റാതെ അലഞ്ഞു നടന്നു. അങ്ങനെയുള്ള സംവിധാനം പോലും ഇല്ലാത്തൊരു സ്ഥലത്താണ് അത് എത്തിയത് എന്നുള്ളതല്ല. ആളുകൾ വിരട്ടുകയും ഓടിക്കുകയും ചെയ്യുന്നത് എങ്ങനെയൊക്കെയോ രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഏതായാലും വളരെ പരിതാപകരമായ അവസ്ഥയാണ്. കാട്ടിൽ സ്വച്ഛന്തം വിഹരിക്കുന്ന നമ്മുടെ കാട്ടാനകൾ എങ്ങനെയൊക്കെയോ പെട്ടെന്ന് നാട്ടിൽ ഇറങ്ങിപ്പോകും. അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും നമ്മൾ കാട്ടിലേക്ക് ഓടിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യം തന്നെയാണ്. പക്ഷെ അതിന് കുറെ മാർഗങ്ങളുണ്ട്. വിദേശത്തൊക്കെ വളരെ നല്ല രീതിയിൽ ഇതിന്റെ മാർഗങ്ങളൊക്കെ അവർ ചെയ്യുന്നുമുണ്ട്. അത് നമ്മൾ കാണാറുമുണ്ട്. അതുപോലെ നമ്മൾ ഇനിയെങ്കിലും കുറച്ച് ശ്രദ്ധ പാലിക്കുക. വനം വകുപ്പൊക്കെ നല്ല വകുപ്പാണ്. പക്ഷേ പിന്നീടൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആന ഇങ്ങനെ ചത്ത് കിടന്നപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തു. അതൊക്കെ നമുക്ക് വളരെ ഒരു വല്ലാത്തൊരു കഷ്ടമുണ്ടായി. കാരണം നമ്മുടെ മനുഷ്യരാരെങ്കിലും ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ അവർ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാറില്ല. മനുഷ്യരെ പോലെ ജീവിക്കാൻ അവകാശമുള്ളവരാണ് വന്യജീവികൾ. ആനയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ഒരു ജീവിയാണ്. അതും ഒരു സസ്യഭുക്കായ ജീവിയാണ്. അതിന് എന്താ പറയുക, അതിന് വിയർപ്പ് ഗ്രന്ഥികളില്ല. ശരീരത്തെങ്ങും തന്നെ നഖത്തിന്റെ ഭാഗത്ത് മാത്രം വിയർപ്പ് ഗ്രന്ഥികളുള്ള ആനയ്ക്ക് ഒന്ന് നല്ല രീതിയിൽ ശരീരം തണുപ്പിച്ചെങ്കിൽ മാത്രമേ അവയുടെ അസ്വസ്ഥതകൾ മാറിക്കിട്ടൂ. മതപ്പാട് സമയത്തൊക്കെ ഭീകരമായ ചെളിയും അതുപോലെ വനത്തിൽ ഉള്ള ആനകളുടെ കാര്യമാണ്. അതൊക്കെ മുകളിലിട്ട് തണുപ്പിക്കുക ആന സ്വാഭാവികമായി ചെയ്യുന്നതാണ്. അപ്പോൾ പരിസ്ഥിതിയുമായി ഇണങ്ങിച്ചേരുന്ന രീതിയിൽ തന്നെയാണ് ആനകൾ ജീവിക്കുന്നത്. വെള്ളത്തിലായാലും ചെളിയിലായാലും ഒക്കെ കിടന്ന് അവരുടെ ശരീരം തണുപ്പിക്കുക പതിവാണ്. ആനയ്ക്ക് ഏറ്റവും ആവശ്യമുള്ളത് പറഞ്ഞല്ലോ 65 ലിറ്ററോളം ഒരു ദിവസം വെള്ളം കുടിക്കുന്ന ജീവിയാണ്. അതിനൊപ്പം ഈറ്റയും അതുപോലെ തന്നെ പുല്ലുകളും ഒക്കെ കഴിക്കുന്ന ജീവിയാണ്. ഏതായാലും നമ്മൾ ഇനിയെങ്കിലും നമ്മുടെ ആനകളെ കുറച്ചും കൂടി വളരെ കെയർ ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ നാട്ടിലിറങ്ങുന്ന ആനകളെ നമ്മൾ വനത്തിലേക്ക് കയറ്റിവിടാനുള്ള സംവിധാനം ഉണ്ടാക്കണം. കാരണം നമ്മുടെ തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിൽ വളരെ വിഷമമുണ്ട്. ആനകൾ ഇങ്ങനെയൊക്കെ അടുത്തിടെ ഒരുപാട് ചരിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ സാങ്കേതികമായ കുഴപ്പമായിരിക്കാം എന്ന് തന്നെ കരുതാം. അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പരിശീലനം ഫോറസ്റ്റുകാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. വിദേശത്തൊക്കെ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ കാണാറുണ്ട്. എന്നാലും ഇനിയും നമുക്ക് ഇതുപോലെയുള്ള ഒരു ദുരവസ്ഥ ഉണ്ടാവട്ടെ. നമ്മുടെ കാട്ടിൽ കിടക്കുന്ന വന്യജീവികൾ ഇതുപോലെയൊക്കെ കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ ട്രെയിനുമൊക്കെ വെട്ടിപ്പിടിച്ചു പൊക്കിയെടുത്തു
അവരെ ഏതെല്ലാം രീതിയിലാണ് ആക്കിയിട്ട് ഇത് കാട്ടിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നാളെങ്കിലും ജീവിച്ചിരിക്കുമോ എന്നുള്ളത് തന്നെ നമുക്കറിയില്ല. അരിക്കൊമ്പന്റെ കാര്യം പറഞ്ഞ പോലെ അരിക്കൊമ്പൻ എവിടെയാണെന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ. ഏതായാലും പിടിച്ചെടുത്ത ആനയെ കാട്ടിലേക്ക് വിടുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. അതുകൊണ്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഇനിയും ഇതുപോലെയുള്ള കാഴ്ചകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും.